ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജോസ്ന. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രാജസ്ഥാൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്കടുത്തുള്ള പൊക്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ ഇന്ത്യൻ വ്യോമസേനയുടെ വായുശക്തി അഭ്യാസം രാഷ്ട്രപതി ഇന്ന് വീക്ഷിക്കും. രാജ്യത്തെ തദ്ദേശീയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ പ്രജന്തിൽ രാഷ്ട്രപതി അല്പം മുമ്പ് യാത്ര ചെയ്തു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ 57ാമത് ബിരുദദാന ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അധ്യക്ഷത വഹിക്കും. IIMCയിലെ പുതിയ അക്കാദമിക് ഹോസ്റ്റൽ ബ്ലോക്കുകളുടെ തറക്കല്ലിടലും ഇതോടൊപ്പം നടക്കും. വികസിത ഭാരതത്തിനായുള്ള സാങ്കേതിക വിദ്യ പരിഷ്കാരങ്ങൾ ധനകാര്യം എന്ന വിഷയത്തിൽ നടക്കുന്ന ബജറ്റാനന്തര വെബിനാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. പൊതുമൂലധനം, അടിസ്ഥാന സൌകര്യ വികസനം, ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കാരങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ചകൾ നടക്കും. 2026-27 കേന്ദ്ര ബജറ്റിനെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന ബജറ്റാനന്തര വെബിനാർ പരമ്പരയിലെ ആദ്യത്തേതാണിത്. ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നത് ഉറപ്പാക്കാൻ വെബിനാർ ലക്ഷ്യമിടുന്നു. സ്വാതന്ത്ര്യ സമര സേനാനി ചന്ദ്രശേഖർ ആസാദിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിളക്കിയ ധീരതയുടെ ആൾരൂപമായിരുന്നു ചന്ദ്രശേഖർ ആസാദെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. അനീതിക്കെതിരെ ഉറച്ചുനിൽക്കാനുള്ള നിശ്ചയദാർഢ്യമാണ് യഥാർത്ഥ ധീരതയെന്ന് ചന്ദ്രശേഖർ ആസാദിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവരും ചന്ദ്രശേഖർ ആസാദിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ജുഡീഷ്യറിയിലെ അഴിമതിയെക്കുറിച്ച് പരാമർശിക്കുന്ന 8ാം ക്ലാസ്സിലെ NCERT പാഠപുസ്തകം പിൻവലിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പുസ്തകത്തിലെ ഇത്തരം പരാമർശങ്ങൾ നിർഭാഗ്യകരമാണെന്നും വിഷയത്തെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോടതിയെ അവഹേളിക്കാൻ സർക്കാരിന് യാതൊരു ഉദ്ദേശവുമില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എറണാകുളം ബ്രഹ്മപുരം കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി MB രാജേഷ് അധ്യക്ഷനാവും. മന്ത്രി P രാജീവ്, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവർ പങ്കെടുക്കും. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ബ്രഹ്മപുരത്തെ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭൂമിയിലാണ് പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ മന്ത്രി വീണ ജോർജ് കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇന്ന് രാവിലെ തിരുവനന്തപുരത്തേക്ക് മടങ്ങി. അതേസമയം സംഭവം കേരള റെയിൽവേ പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കും. കോഴിക്കോട് റെയിൽവേ ഇൻസ്പെക്ടർ സുധീർ മനോഹറിന്റെ നേതൃത്വത്തിൽ 6 സംഘമാണ് കേസ് അന്വേഷിക്കുക. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച 10ാം ബ്ലോക്കിലെ അനീഷിന്റെ മൃതദേഹം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ഇന്ന് പുലർച്ചെയായിരുന്നു ആക്രമണം. സംഭവത്തിൽ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ദുഃഖം രേഖപ്പെടുത്തി. അനീഷിന്റെ കുടുംബത്തിന് മുഴുവൻ നഷ്ടപരിഹാര തുകയും ഉടൻ നൽകുമെന്നും ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തിരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. സംസ്ഥാനത്ത് IAS തലപ്പത്ത് മാറ്റം. തൃശൂർ ജില്ലാ കളക്ടറായ അർജുൻ പാണ്ഡ്യനെ കാസർഗോഡ് ജില്ലാ കളക്ടറായി സ്ഥലം മാറ്റി നിയമിച്ചു. നിലവിലെ കളക്ടർ K ഇൻബശേഖറിനെ മാറ്റിയ ഒഴിവിലേക്കാണ് നിയമനം. ടൂറിസം ഡയറക്ടറായ ശിഖ സുരേന്ദ്രൻ തൃശൂർ ജില്ലാ കളക്ടറാവും. കോഴിക്കോട് വലിയങ്ങാടിയിൽ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം തകർന്നു വീണ് തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ ജില്ലാ കളക്ടറിൽ നിന്നും കോർപ്പറേഷൻ സെക്രട്ടറിയിൽ നിന്നും റിപ്പോർട്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. അതേസമയം കോഴിക്കോട് ടൌൺ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അപകടം സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചു. പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്ത് അഫ്ഗാനിസ്ഥാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ അഫ്ഗാൻ അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് മറുപടിയായാണ് അഫ്ഗാൻ സൈനിക നീക്കം. ഇന്നലെ രാത്രി ഡ്യൂറന്റ് ലൈനിൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ 55 പാക് സൈനികർ കൊല്ലപ്പെട്ടതായും 2 സൈനിക താവളങ്ങളും 19 ചെക്ക് പോസ്റ്റുകളും പിടിച്ചെടുത്തതായും അഫ്ഗാനിസ്ഥാൻ അവകാശപ്പെട്ടു. ഏറ്റുമുട്ടലിൽ 8 അഫ്ഗാൻ സൈനികർ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള വ്യാപാര സൗഹൃദ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിൽക്കുന്ന ഇന്ത്യ ശ്രീലങ്കയുടെ ഏറ്റവും അടുത്ത പങ്കാളിയാണെന്ന് കൊളംബോയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കവെ അവർ പറഞ്ഞു. വ്യാപാരം, നിക്ഷേപം, വിനോദസഞ്ചാരം എന്നീ മേഖലകളിൽ ഇന്ത്യയുമായി കൂടുതൽ സഹകരിക്കാൻ ശ്രീലങ്ക സന്നദ്ധമാണെന്നും ശ്രീലങ്കൻ പ്രധാനമന്ത്രി വ്യക്തമാക്കി.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.